പ്രാർത്ഥനക്കുറിപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിലെ ദുർഗാകൽപ്പത്തിലെ 10ാമത്തെ ശൂലവാഹി വനദുർഗാ മന്ത്രം. 41 വർഷം. ആരണ്യക ഋഷി. അത്യനുഷ്ഠുപ് ചന്ദ വനദുർഗാദേവത. അംഗം ഓം ഹ്രീം ദും ദുർഗായൈ ഹ്രാം ഹും ഹൃദയായ നമ. ഓം ഹ്രീം ദും ദുർഗായൈ ഹ്രീം ഹും ശിരസൈ സ്വാഹ. ഓം ഹ്രീം ദും ദുർഗായൈ ഹ്രൂം ഹും ശിഖായ വഷൾ. ഓം ഹ്രീം ദും ദുർഗായൈ ഹ്രൈം ഹും കവചായ ഹും. ഓം ഹ്രീം ദും ദുർഗായൈ ഹ്രൗം ഹും നേത്രത്രയായ വഷൾ. ഓം ഹ്രീം ദും ദുർഗായൈ ഹ്ര ഹും അസ്ത്രായ ഫൾ. ധ്യാനം. കാലപാവകസന്നിഭാം കലിതാർദ്ധചന്ദ്രശിരോരുഹാം ഫാലനേത്രവിഭൂഷണാം ഭയദാനസിംഹനിഷേദുഷീം ചക്രശംഖകൃപാണഘേടകചാപബാണകരോടികാ ശൂലവാഹിഭുജാം ഭജേ വിജിതാഖിലാസുരസൈനികാം. മൂലം. ഓം ഹ്രീം ദും ഉത്തിഷ്ഠപുരുഷി കിം സവിഷി ഭയം മേ സംവസ്ഥിതം യതി ശക്യമശക്യം ഹും ദും ദുർഗേ ഭഗവതി ശമയ സ്വഹ. അസ്ത്രം. സഹസ്രാരഹഫൾ. പ്രയോഗങ്ങളെല്ലാം മുൻ മന്ത്രത്തിലെ പോലെ തന്നെ. ആഗ്നേയ തൃഷ്ടുപ് മന്ത്രം. അഗ്നിദുർഗാ മന്ത്രം എന്ന് പറയും. ആഗ്നേയാസ്ത്രം. മാരീച കശ്യപ ഋഷി. തൃഷ്ടുപ് ചന്ദ ജാതവേദോ അഗ്നിർദേവത. അംഗം ജാതവേദസേ സുനവാമ ഹൃദയായ നമ. സോമമരാധീയത ശിരസേ സ്വഹ. നിദഹാതിവേദ ശിഖായ വഷാൽ. സന പാർഷദതി കവചായ ഹും. ദുർഗാണി വിഷാ നാവേവസ് നേത്രത്രയ വഷാൽ. സിന്ധും ദുരിതാത്യഗ്നി അസ്ത്രായ ഫൾ. ധ്യാനം. വിദ്യുദ്ധാമ സമപ്രഭാം മൃഗവതീ സ്കന്ധസ്ഥിതാം ഭീഷണാം കന്യാഭികരവാള ഖേടവിലസദ് ദസ്താമിരാസേവിതം ഹസ്തൈ ചക്രഗദാസി ഖേടവിശിഖാഷ്ടാപം ഗുണം തർജനി വിഭ്രാണാം അനലാത്മികാം ശശിധരാം ദുർഗാം ത്രിനേത്രം ഭജേ. മൂലം. ജാതവേദസേ സുനവാമ സോമരാധീയതോ നിഹതാദിവേദസന പാർഷദതി ദുർഗാണി വിശ്വാന വേവ സിന്ധും ദുരിതാത്യഗ്നി. അസ്ത്രം. സഹസ്രാരഹുഫൾ. പ്രയോഗങ്ങൾ. വ്രതത്തോടും ധ്യാനത്തോടും കൂടി 44,000 ഉരു ജപിച്ച് എള്ളും കടുകും പാലിൽ വേവിച്ച ഹവിസും കൂടി 4,444 ഉരു ഹോമിക്കണം. ശാന്തികർമ്മവും പൗഷ്ടികം അനുലോമമായും ക്രൂരകർമ്മങ്ങൾക്ക് പ്രതിലോമമായും അക്ഷരം പ്രതി ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ശോധന ചെയ്യാനുണ്ട്. അഗ്നിത്യ താരിന്ദു ധും ശിവനിവന ശ്വാവിണീഗാർഗാദു തിദശരി പനസ ദ്യോവേദി ഹാദനി തായിതീ രാമ മസോമ വാനസു ശതപഥജ. ഇങ്ങനെ 8 പാദങ്ങളാക്കി ഓരോ പദങ്ങളും വേറെ 108 വീതം ആദ്യം ജപിക്കണം. പിന്നെ എല്ലാം കൂട്ടി പ്രതിലോമമായി 44,000 സംഖ്യ ജപിച്ച് ദശാംശഹോമം നടത്തണം. എന്നാൽ മന്ത്രസിദ്ധി വരും. ഇത് ആഗ്നേയാസ്ത്രമാകുന്നു. ജപം ഹോമം പ്രയോഗങ്ങളെല്ലാം പടിഞ്ഞാട്ട് മുഖമായിരുന്നു വേണം ചെയ്യാൻ. കറുത്തപക്ഷത്തിൽ അഷ്ടമി മുതൽ ചതുർദശി വരെ സാധ്യനാമത്തോടുകൂടി സാധ്യൻ്റെ നക്ഷത്രവൃക്ഷം വിഷവൃക്ഷം കാഞ്ഞിരം ഉമ്മത്ത് എന്നീ ചുമതല 1000 വീതം കടുകെണ്ണയിൽ മുക്കി ഹോമിക്കുക. എന്നാൽ ശത്രു മരിക്കും. കടുകെണ്ണയിൽ കുഴച്ച് മേൽപ്രകാരം ഹോമിക്കുക. കരുമുളക് കടുകെണ്ണയിൽ കുഴച്ച് ഹോമിക്കുക. എന്നാൽ ശത്രു ഭയങ്കരമായി പനി പിടിച്ചു കിടക്കും. ശത്രുവിൻ്റെ കർമ്മങ്ങളിൽ നിന്നും അയാളെ തടയാൻ പ്രയോഗിക്കുന്നു. കരിമ്പനയോലയിൽ ശത്രുനാമ സഹിതം ആഗ്നേയാസ്ത്രമന്ത്രം എഴുതി ഹോമകുണ്ടത്തിൽ ഹോമിക്കുക. എന്നാൽ ശത്രുവിന് മേൽപ്രകാരം പനി പിടിക്കും. അതെടുത്ത് തണുത്ത വെള്ളത്തിലിട്ടാൽ പനി മാറും. പാശാങ്കുശധരയായും രക്തവർണ്ണയായുമുള്ള ഒരു ആ ദുർഗയെ ധ്യാനിച്ചുകൊണ്ട് ഉപ്പ് ത്രിമുദ്രയോ കൂട്ടിക്കുഴച്ചിൽ മുക്കി സാധ്യൻ്റെ നക്ഷത്രവൃക്ഷത്തിൻ്റെ ചമത 1008 വീതം 7 ദിവസം ഹോമിക്കും. എന്നാൽ അയാൾ സ്വാധീനമാകും. മന്ത്രം. അതിദുർഗാണി വിശ്വ എന്ന് തുടങ്ങി പരിഷത്ത് എന്ന് വരെയുള്ള ചൊല്ലേണ്ടത്. പാശാങ്കുശധരയും രക്തവർണ്ണയുമായി ദേവിയെ ധ്യാനിച്ച് വിശ്വദുർഗയെ ധ്യാനിച്ച് തനയുടെ പുഷ്പം ചന്ദനവെള്ളത്തിൽ മുക്കി 7 ദിവസം ജാതവേദാദി മന്ത്രം കൊണ്ട് രാത്രി ഹോമിച്ചാൽ ലോകവശ്യം. കപാലം ത്രിശൂലം പാശാങ്കുശം എന്നീ ആയുധങ്ങളോടെ രക്തവർണ്ണമായിരിക്കുന്ന അഗ്നിദുർഗയെ ധ്യാനിച്ച് ത്രിമൃതത്തോടു ഉപ്പ് രാത്രിയിൽ ഹോമിക്കാം. അഭീഷ്ട ജനങ്ങളെ ആകർഷിക്കാൻ നല്ലതാകുന്നു. മന്ത്രം. അഗ്നിർ ജാതവത്സ എന്ന് തുടങ്ങി ദുരിതാത്യഗ്നി എന്ന് വരെ. വിശ്വാദി ദുർഗാണ്യന്തം വിശ്വദുർഗ ഗാണാദി ദുർവർണാന്തം ഗാണിദുർഗ സിന്ധാദി വകാരാന്തം സിന്ധുദുർഗ അഗ്നാദിത്യന്തം അഗ്നിദുർഗ. രാത്രിയിൽ പത്നിവിട്ട് അഗ്നിദുർഗയെ സുഗന്ധകുസുമങ്ങളെ കൊണ്ട് പൂജിക്കുക. എന്നാൽ കൃത്യാദി സർവ്വബാധകളും ശമിക്കും. അഗ്നിദുർഗ നിത്യം പൂജിക്കുകയും ബലി കൊടുക്കുകയും ചെയ്യുക. അതിൻ്റെ മുന്നിൽ 44 ഉരു ഹോമിക്കുക. എന്നാൽ ശത്രു തൻ്റെ വശത്താവും. നെല്ല് ശുദ്ധജലത്തിൽ കഴുകി ഉണക്കി കുത്തി അരിയാക്കി 1008 ഉരു ജപിച്ച് പഞ്ചഗവ്യത്തിൽ വെച്ച് ഹവിസാക്കി 1008 ഉരു ഹോമിച്ച് സമ്പാദമെടുത്ത് ഹവിശേഷവും സമ്പാദം സാധ്യന് കൊടുക്കുക.
സാധ്യനാ സമ്പാദവും ഹവിസും പ്രാശിക്കുക. വായിലിട്ട് പല്ല് തൊടാതിറക്കാം. അല്പമേ വേണ്ടു. ബാക്കിയുള്ള സമ്പാദവും ഭവിഷ്യവും സാധ്യൻ്റെ ഗൃഹത്തിൽ ഉമ്രപ്പടിക്ക് പുറത്ത് സ്ഥാപിക്കുക. എന്നാൽ ഏത് കൃത്യബാധ്യം തീരുകയും ആ കൃത്യം മടങ്ങിപ്പോയി അയച്ചവനെ ദഹിപ്പിക്കുകയും ചെയ്യും. നെല്ല്, ഹവിസ്, പാല്, 40 ചുമതകൾ, നെയ്യ്, തിരുമധുരവ 108 ഹോമിച്ചാൽ സകലവിധ സ്വത്തുക്കളും ലഭിക്കും. മേടമാസത്തിൽ സാധ്യ നക്ഷത്രത്തിൽ സമ്പദാദി ശുഭനക്ഷത്രത്തിൽ രക്ഷാർത്ഥം തകിട് സ്ഥാപനം ചെയ്യണം. ഇനി പിന്നെ